ഹായ് ഗായ്സ്, കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി ഗായ്സ്, മാമൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് 3 വർഷത്തിന് ശേഷം. അപ്പോൾ ആ ഒരു ത്രില്ലിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ എടുത്തിട്ടാണ് പോണത്. വേറെ ഒന്നും കൊണ്ടല്ല, രാത്രിയാണ്, ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കയ്യിൽ വെച്ചതാണ് കേട്ടോ. ഇരുമ്പിൻ്റെ കഷ്ണം എന്തെങ്കിലും കയ്യിൽ വെച്ചൊന്ന് പണ്ട് ഈ അമ്മ എടുത്തതാണ് എനിക്ക് കത്തി. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് മാമൻ ഗൾഫിൽ നിന്ന് വന്നത്. ഞങ്ങൾ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വരും ഈ മാസം, അടുത്ത മാസം, പിറ്റത്തെ മാസം എന്നൊക്കെ പറയാന്നല്ലാണ്ട് വരുന്നതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രേഷ്മ ചേച്ചിയുടെ മോൻ്റെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആമിക്ക് കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു കേട്ടോ, മാമൻ്റെ മോളും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഒരു 4 മണിയൊക്കെ സമയത്ത് വാതിൽ വന്നിട്ട്, ഫ്രണ്ട് ഡോർ വന്നിട്ട് പട്ടാച്ചിട്ട് അടിക്കണ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ശിശുര അപ്പം പേടിച്ചു, ഞാനും പേടിച്ചു. ഈശ്വര വല്ല തീവ്രവാദിയാണോ കള്ളനാണോ എന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഒരു കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഡോറിന്. അപ്പം മറ്റേ കുറ്റി കൂടി പോയിട്ടിട്ടു. ഞാൻ ആകെ എൻ്റെ നെഞ്ഞത്തുനിന്നൊക്കെ ഇടിക്കാൻ തുടങ്ങി. ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോഴും ആരെയും കാണാനില്ല. അപ്പോൾ വീണ്ടും ടെൻഷനായി. ബാക്ക് കൂടെ എൻ്റെ അമ്മമ്മ ഓടി വന്നിട്ടുണ്ട്, പറയണം വാതിൽ തുറക്കുന്ന്. അപ്പം ഞാൻ എന്താ ചോദിച്ചു. അപ്പോൾ വേഗം പോയിട്ട് വാതിൽ നിന്നപ്പോൾ ദാ നിൽക്കണു മാമ. എൻ്റെ നെഞ്ഞത്തുനിന്ന് ഒരു ഇടി ഇടിച്ചു, തലേന്ന് ഒരു കിളിയും പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സർപ്രൈസായി പോയി. ടെൻഷനും കയറി ആകെ. എന്താ പറയുക, 3 വർഷത്തിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ അങ്ങനെ മാമ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എനിക്ക് ചെള്ളയ്ക്കൊരു അടിയൊക്കെ കിട്ടി. അത് വേറെ കാര്യം. അതൊന്നും ഞാൻ പിന്നെ കാര്യമാക്കുന്നില്ല, എൻ്റെ മാമനല്ലേ, പോട്ടെ അല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്. കുഴപ്പമില്ല, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് വന്നിക്കാണ് കേട്ടോ. ഏട്ടൻ കുറച്ച് കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവിടെ നിന്നാണ് ഫുഡ്. അപ്പോൾ അപ്പോഴൊക്കെ അച്ഛൻ കൊടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട്. അത്തറുണ്ട്, എന്തൊക്കെയോ അടിച്ചു മാറ്റിയിട്ട് ആദ്യം തന്നെ അവൾ കൊണ്ടുപോയി ബാഗിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ A4 ഷീറ്റ് എന്തൊക്കെയോ ഉണ്ട് കയ്യിൽ, ഗ്ലൂ ഗണ്ണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആകെ അച്ഛാന്ന് വിളിച്ചിട്ട് ആകെ ഞെട്ടിപ്പോയി അവൾക്ക് സങ്കടം വരാൻ തുടങ്ങി അവൾക്ക്. പിന്നെ എന്താ ടീഷർട്ട് ഉണ്ട്, എന്താ ഷർട്ട് അടിച്ചു മാറ്റുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ വൈബ്സ്, ആമിക്ക് കൊടുന്ന വൈബ്സാണ് ഇത്ര. ഞങ്ങൾ പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഫ്രെയിമിൻ്റെ വർക്ക്. അപ്പോൾ അത് ഫ്രെയിംസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ 2 ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആർക്കാടി 2 എണ്ണം? അത് ഇക്കൊല്ലം ഒന്നും അടുത്ത കൊല്ലം ഒന്ന് അവൾക്ക് തന്നെ ഉപയോഗിക്കാനാണ് ഇത്ര, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ വന്നപ്പോൾ തന്നെ ആമി കുഞ്ഞ് ചാരുകസാരയിൽ കയറിയിരിക്കണമെന്ന്. അവൾക്കിപ്പോൾ ചാരുകസാര ഭയങ്കര ക്രൈസായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ചാരുകസാരയിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വീഡിയോസ് കണ്ടോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് മതി, കുമ്പളങ്ങ. എന്ത് ഞാൻ പെണ്ണ് വരണ്ടേ? അതിനവള് വരണ്ട കുട്ടിയോ? അത് കുറച്ചും കൂടി ഇട്ടോ. ഇനിയിപ്പോ എത്ര കഴിക്കാന്ന് പറയാം. കുറച്ചും കൂടി ഒരു കൈ കുറച്ചും കൂടി ഇട്ടാ മതി. കുമ്പളങ്ങ മതി. ഗായ്സ്, ഇതേ കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടിയും പാൽപ്പൊടിയും ഒരുമിച്ച് വരുന്നത്. ജസ്റ്റ് വെള്ളം തിളപ്പിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കാപ്പി റെഡി. അപ്പൊ അതിനെ എരിപ്പിച്ചു. ഇങ്ങനെ ചേച്ചി അത് കട്ടിയില്ലെങ്കിൽ ചേച്ചി ഞാൻ റെഡിയാക്കി. അപ്പോൾ ഫുഡ് വന്നിട്ട് പോർക്കിറച്ചിയും പിന്നെ കൊള്ളിയും പിന്നെ ചോറ് കുമ്പളങ്ങ കൂട്ടാൻ ഉപ്പേരി എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ.
അതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു ഞാൻ. സൂപ്പർ ഫുഡായിരുന്നു. പന്നിയിറച്ചി കിടുക്ക മാമ വെച്ചതാണ്. തത്തമ്മായി 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 ദാദാ നിധിയമ്മായി ദുദ്ധമ്മായി തത്തമ്മായി. കുഞ്ഞിമുട്ടായി കല്ലുമുട്ടായി. എന്താ ചെങ്ങനെ പറയണേ? ഗായ്സ് ഈ സ്പ്രേ കണ്ടോ? അടിപൊളി സ്പ്രേ ആട്ടോ. എന്ത് മണാന്നറിയോ? നമ്മുടെ ലേഡീന്റെ ബ്ലാങ്കോ ലേഡി ബ്ലാങ്കോ എന്തോ എന്താ അതന്നെ എന്തോ സാധനമാണ്. അടിപൊളി പെർഫ്യൂമാണ്. സൂപ്പർ സാധനം. നമ്മളെ ലേഡീസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതെ സൂപ്പർ സാധനമാണ്. എന്താ നല്ല മണമുണ്ട്. സൂപ്പർ സാധനമാണ്. ഒന്ന് കൈമിക്കടിക്കടി. ഹായ് ഹായ് ഇപ്പൊ തന്നെ ഇങ്ങനെ മണം വരുന്നു. നാട്ടെ നാട്ടെ ആ പാക്കിന്റെ മണം. ബ്ലറാക്കാം. എടി മോളെ ആമി മോളെ എനിക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയുന്നുണ്ട്. എന്താണാവോ? വീഡിയോയ്ക്ക് അറിയില്ല. മറ്റേ വീഡിയോ എവിടെ പോയി? അപ്പൊ ഇതേതാ? ഇതിന്റെ അക്കൗണ്ടിലുള്ളതാണ്. ഓ ഓക്കെ ഓക്കെ ഗായ്സ് ഇതാണ് നമ്മുടെ ആർട്ട് ബൈ മിഷൽ. അല്ല ഇത് നിന്റെ അക്കൗണ്ട് ആണല്ലേ? സോറി. ആർട്ട് ബൈ മിഷൽ ഡിപ്സ് തുറന്നപ്പോ ഹാരി പോട്ടർ മാത്രമേ വരുള്ളൂ. ഈ വീഡിയോ കാണിക്കേണ്ട 93 ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇത് ഇതാണ്ട് നമ്മുടെ അക്കൗണ്ട് വന്നിട്ട് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ കേട്ടാ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗിഫ്റ്റ്
ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പേജിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നമ്മള് റേറ്റ് കുറവാണ്, വലിയ റേറ്റും നമ്മൾ അഫോർഡബിൾ റേറ്റ് തന്നെ വരണത്. നമ്മുടെ ഫ്രെയിംസിനും കാര്യങ്ങൾക്കൊക്കെ മിനി ആൽബംസും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിംഗ് ആൽബം ചെറുതല്ലടാ, ചെറുതല്ല ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മള് എല്ലാവരും റിംഗ് ആൽബത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന മിനി പോളറൈറ്റ്സ് ഇല്ലേ, പക്ഷെ നമ്മള് റിംഗ് ആൽബത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന വലിയ ബിഗ് പോളറൈറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ വേണമെങ്കിൽ ഫോൺ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും ആൽബംസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രെയിംസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ തന്നെയാണ് കേട്ടോ. ഞാനും ഇവളും കൂടിയിട്ട് തുടങ്ങിയ ചെറിയൊരു ഒരു ഇത് തന്നെയാണ്. ഇപ്പൊ 2-3 ഓർഡർ നമുക്ക് കിട്ടി. 2-3 നമ്മൾ തുടങ്ങി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പോൾ 3-4 നമുക്ക് ഓർഡേഴ്സേ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങോട്ട് നമ്മൾ ശരിക്കും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളങ്ങോട്ട് ഫുള്ളായിട്ട് വീഡിയോ ഇട്ടിട്ടും അങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതെ, ഞങ്ങള് വരുമ്പോഴാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കണത്. എനിക്ക് സത്യം വീഡിയോ ഫോട്ടോ എടുക്കാൻ മടിയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ബാക്കും കാണിക്കുക, അതിന്റെ ബാക്കും കാണിക്കുക. പെട്ടി തുറന്നപ്പോ ഞാൻ നെട്ടി, എന്താ ഫുള്ള് ചന്ദനത്തിരിയാണോന്ന് ഞാൻ വിചാരിച്ചു. കണ്ടാരെങ്കിലും ചന്ദനത്തിരി ഗ്ലാസ് ആണ്. നമുക്ക് ചിരിക്ക് അതിനെടുത്തിട്ട് അവിടെ മൂത്രം വെച്ചിട്ടുണ്ട് അവള്. നൂട്ടല്ല നൂട്ടല്ല. അയ്യോ പൊട്ടിയോ. കവറിന്റെ അടിയിൽ വെച്ചു. ആമി നോക്ക്, അച്ഛ കിടന്നുറങ്ങണ ആമിയുടെ ബ്ലാങ്കറ്റ് എടുത്തിട്ട് തന്നതാ. ഇത് മാമ വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനം കേട്ടോ. മീൻ ഗുളിക എന്നാണ് ഞങ്ങൾ പറയുക. നിങ്ങൾ എന്താ പറയാതൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോന്നും കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ടൈഗർ ബാം, അത് പിന്നെ സ്ഥിരമാണ് എല്ലാവരും കൊണ്ടുവരുമ്പോൾ തരുന്നതാണ്. പിന്നെ ആമിക്കുട്ടിക്ക് ഇത് അടിപൊളി ഒരു പാവ കിട്ടിയിട്ടുണ്ട്, നല്ല രസം കേട്ടോ. അതിന് ബാറ്ററി ഇല്ല, ബാറ്ററിന് മാറ്റിയിടണം. പിന്നെ ഇതാ ഹിമാലയയുടെ ഒരു ക്രീം, ക്രീം 2 ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ പറയാണ് ചെറുതാണ് എനിക്ക്, വലുത് അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഓൾറെഡി ഇതിന്റെ ഒരു പകുതി അപ്പ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞു എനിക്ക് വലുത് വേണം വന്ന് ഞാൻ അത് തട്ടി കുറച്ചെടുത്തു. പിന്നെ എനിക്കൊരു സ്പ്രേ തന്നിട്ടുണ്ടായിരുന്നു മാമ. അമ്മയ്ക്കൊരു മുല്ലപ്പൂവിന്റെ സ്പ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 പേട്ട് അടിച്ചു മാറ്റുന്ന പണ്ട നിക്കണത് കേട്ടാ. മറ്റേ സ്പ്രേ എന്തായാലും ഏട്ടൻ യൂസ് ചെയ്യാൻ, സ്പ്രേ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാല്ലേ. ഇടയ്ക്ക് മണത്തിന് വേണ്ടി ഒന്ന് ഇതാക്കുന്നുള്ളൂ. പിന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ട്, പിന്നെ ഷാമ്പു ഉണ്ടായിരുന്നു, പിന്നെ പൗഡർ ഉണ്ടായിരുന്നു. ഷാമ്പു നല്ല സ്മെല്ലായിരുന്നു, പിന്നെ ബഡ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആമി ഇതൊക്കെ വന്ന് വലിച്ചിടുന്നുണ്ട് കേട്ടാ, അത് വേറെ കാര്യം. പിന്നെ സോപ്പ് ഈ സോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ പിസ്തഡ് ബദാമി ഒരു തരം സോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്, 4-5 തരം സോപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മാമ വരുമ്പോ പെട്ടി കുറവാന്ന് പറഞ്ഞു. കാരണം എന്താ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ഇത്ര ഈ സാധനങ്ങളൊക്കെ കൊടുന്നതേ. മറ്റേ ലഗേജ് ഫുള്ളായിരുന്നു, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി ഉടുപ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് 2 ജോഡി ഉടുപ്പുണ്ടായിരുന്നു, സെയിം സാധനം, ഒന്ന് ചെറുതും ഒന്ന് കുറച്ച് വലുതും ഉണ്ടായിരുന്നു.
പിന്നെ മാമ പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ പിന്നെ ലോങ്ങിലും കൂടി ഞാൻ കയറ്റിയിട്ടു എന്നുള്ളൂ. ഈ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി മിഠായിയാണ്. കാബ്രീസായിട്ട് ഉള്ളിൽ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പിസ്തയൊക്കെ വെച്ചിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റ്, പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. ആമിക്ക് ഭയങ്കര ഇഷ്ടമായി. ആമിക്ക് പിന്നെ മിഠായി കണ്ട കാബ്രീസിൻ്റെ ആശാത്തിയാണ് ഇവിടെ. മിഠായി കണ്ട അവൾക്കത് തിന്നാൻ കിട്ടിയിരിക്കണം. പക്ഷെ മിഠായിനും കൊടുക്കാൻ പാടില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം, പെണ്ണ് തട്ടിപ്പറിച്ച് മേടിക്കും. പിന്നെ പിസ്ത അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല അണ്ടിപ്പരിപ്പല്ല, സോറി, എപ്പോഴും തെറ്റിപ്പോവും. ബദാം എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് പിസ്ത ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആ ഉപ്പുരസമൊക്കെ കൂട്ടിയിട്ട് പിസ്തത്തിന് എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആമിക്കിപ്പോൾ കൊടുക്കണ കാരണേ ആമിക്ക് മേടിക്കണതിന് പകുതി പിസ്ത ഞാനാട്ടോ തിന്നൽ. അത് വേറെ കാര്യം. പിന്നെ ആമിക്ക് കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.